ഒരു താങ്കളുടെ കഴിവ് വിറ്റ് തന്നെ ശരിക്കും എത്രയോ പൈസ ഉണ്ടാക്കാമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി ഇതൊന്നും ഉണ്ടാക്കാതെ ഇരിക്കുമ്പോൾ എന്തിനാണ് എല്ലാവരും സുരേഷിനെ അപ്പം ഇങ്ങനെ എതിർക്കുന്നതെന്ന് ചിന്തിച്ചിട്ടില്ലേ? ഇനി നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുകയല്ലേ, ഞാനൊരു വീട് പറഞ്ഞില്ല ഒന്ന് പോകാൻ പറ്റും. നിങ്ങൾ ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറത്താണ്. പുള്ളിയാണെന്നോട്ട് പറഞ്ഞപ്പോൾ എനിക്ക് രോമാഞ്ചം ഉണ്ടാകുന്നു കേട്ടോ. നിങ്ങളെന്നെ പൊക്കി പറഞ്ഞപ്പോൾ എന്നെ ഇങ്ങനെ ആരും പറയാം, എന്നെ എപ്പോഴും തുളയ്ക്കാൻ എല്ലാവരും പറയാറുള്ളത്, അപ്പോൾ രോമാഞ്ചം ഉണ്ടാകും. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ ഒരു വീടുണ്ട് തൊട്ട് മേളിൽ പുള്ളിയാണെന്നോട്ട് ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടെ ഒരു 4-5 മാസങ്ങൾക്ക് മുന്നേ ഒരു പാമ്പ് വരുന്നു. അപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ നാട്ടിലില്ല. അപ്പോൾ ഞാൻ കട്ട് ചെയ്തു. അപ്പോൾ അവർ വേറൊരാളിനെ വിളിച്ചപ്പോൾ പുള്ളിക്കാരൻ പോയി പാമ്പിനെയൊക്കെ പിടിച്ചു. വീഡിയോ ഒക്കെ പറയുന്ന വോയിസൊക്കെ എനിക്ക് കേൾപ്പിച്ചു. അന്ന് എൻ്റെ വിഷയങ്ങളല്ല. അമ്മയും പേടിച്ചിരിക്കുന്നുണ്ടോ, ഇരട്ട തലച്ചിരുന്നുണ്ട് പക്ഷേ. അപ്പോൾ ഇവിടെ പാമ്പിൻ്റെ സാന്നിധ്യം കുറവെന്ന് പാവം തോന്നിയിരിക്കും താഴെ. അപ്പോൾ പോയി പിടിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഇതൊക്കെ ഭയങ്കര. ഇപ്പോൾ എത്ര ചോദിച്ചാൽ പറഞ്ഞു 5500 രൂപയാണ്. 5500 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയായിട്ട് അത് 5000 വാവസുരേഷൻ അങ്ങനെ അത് എനിക്കറിയില്ല. എനിക്ക് 5000 എനിക്കിത് പിടിച്ചാൽ മാത്രം പോലെ എന്നെ കൊണ്ട് അവിടെ വിടണം, ഇവിടെ വിടണം എൻ്റെ തൊട്ടപ്പുറത്തുകൊണ്ട് അവിടെ കൊണ്ടുവിടണം. അവിടെ കൊണ്ടുവിടണം. പരാതികൾ എത്ര പരാതി വന്നു. ആളിനെ പിടിക്കാൻ വേണ്ടി ഞാൻ 3 മാസം രാത്രി വെളുക്കൊളുക്ക കാട്ടിനകത്ത് പോയി കിടന്ന് കൊണ്ടുവിടുമ്പോൾ പിടിക്കാൻ വേണ്ടിയാണ്. കിട്ടിയില്ല. ആ വീട്ടിൽ അവർ 4500 പാവങ്ങളായിരുന്നു, 4500 കൊടുത്തു. ആ വീട്ടിൽ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാനൊരു പാമ്പിനെ പിടിക്കാൻ ചെല്ലുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ കഥകളൊക്കെ പറഞ്ഞു. അപ്പോൾ ഫോട്ടോയൊക്കെ കാണിച്ച് എമൗണ്ട് പറഞ്ഞു. ഞങ്ങൾക്ക് 5000 വാങ്ങിച്ചോ. അപ്പോൾ അവരെൻ്റെ മുഖത്ത് നോക്കിയിട്ട് 5500 ചോദിച്ചു, 4500 കൊടുത്തു. ഞാൻ പറഞ്ഞു എനിക്കാണെങ്കിൽ നിങ്ങൾ 500 രൂപ തരില്ല എന്ന് പറഞ്ഞു. അവർ ഈ വീഡിയോ എന്തായാലും അവർ കാണും. എനിക്കാണെങ്കിൽ നിങ്ങൾ 500 രൂപ തരില്ലെന്ന് പറഞ്ഞു. ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവരെനിക്ക് 300 രൂപ തന്നത്. ഇതും കഴിഞ്ഞ് പോയിട്ട് എനിക്ക് 300 രൂപ എൻ്റെ പോക്കറ്റിൽ കൊണ്ടുവച്ചത്. ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പം ഞാൻ ചോദിക്കില്ല, ബാർഗിൻ ചെയ്യില്ല എന്ന് അറിയാമെന്നുള്ളതുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നു.